നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 3 മാസം മുമ്പ് ലെബനിലെയും സിറിയയിലെയും ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ പുറത്ത്. ഹിസ്ബുള്ളയെ കൊടുക്കാൻ ഇസ്രയേൽ ചാരസംഘടന മൊസാദ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആസൂത്രണം തുടങ്ങിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പേജർ സ്ഫോടന ഓപ്പറേഷനിലും അടുത്ത ദിവസം നടന്ന വോക്കി ടോക്കി സ്ഫോടന സംഭവത്തിലും പ്രധാന പങ്കുവഹിച്ച 2 മുൻ മൊസാദ് ഏജന്റുമാർ തന്നെയാണ് ഒരഭിമുഖത്തിൽ ഇക്കാര്യം പറയുന്നത്. രസകരമായ മറ്റൊരു കാര്യം, പുതിയ പേജറുകൾ വാങ്ങാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിക്കുന്നതിനായി യൂട്യൂബിലൂടെ 2 ആഴ്ചയോളം പരസ്യം ചെയ്തിരുന്നു മൊസാദ്. പൊടിയും വെള്ളവും ഒന്നും പറ്റാത്ത ബാറ്ററി, ആയുസ് കൂടുതലുള്ള പേജർ എന്ന് പറഞ്ഞതായിരുന്നു പരസ്യം. ഇതിൽ ഹിസ്ബുള്ള ശരിക്കും വീഴുകയും ചെയ്തു. ഈ പേജറുകളിലും വോക്കി ടോക്കികളിലുമെല്ലാം സ്ഫോടക വസ്തു വെച്ചിരുന്നു. ഇതിന്റെ മുന്നൊരുക്കങ്ങൾ 10 വർഷം മുൻപ് തുടങ്ങിയെന്നും വ്യക്തമായിട്ടുണ്ട്. തായ്വാൻ ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങുന്നതെന്ന് ഇസ്രയേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് കണ്ടെത്തി. സ്ഫോടക വസ്തു വയ്ക്കാൻ മാത്രം വലുപ്പമുള്ള പേജറുകൾ ഉണ്ടാക്കുകയായിരുന്നു അടുത്ത പടി. 2022 ഇത് തുടങ്ങി. പല അളവിൽ സ്ഫോടക വസ്തു വെച്ച് പലതവണ പരീക്ഷിച്ചു. ഒരാളെ മാത്രം കൊല്ലുന്ന അളവിലുള്ള സ്ഫോടക വസ്തു പേജറുകളിൽ ഒളിപ്പിച്ചു വെച്ചു. ഈ കാലയളവിൽ പൊട്ടിത്തെറിക്കുന്ന 16,000 വാക്കി ടോക്കികളാണ് ഹിസ്ബുള്ള വാങ്ങിയത്. ഇവ എപ്പോൾ സജീവമാക്കണമെന്നത് ഇസ്രയേലിന്റെ തീരുമാനമായിരുന്നു. 3 മാസം മുമ്പ് സ്ഫോടനം നടക്കുന്നതുവരെ കഴിഞ്ഞ 10 വർഷത്തോളം ഈ പേജറുകൾ ഒന്നും തന്നെ പൊട്ടിത്തെറിച്ചില്ല. ഉചിതമായ സമയത്തിനായി ഇസ്രയേൽ കാത്തിരുന്നു. ഈ വർഷം ആദ്യം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് മുൻ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ്. യമനിലെ ഹൂതി വിമതരുടെ തലയറുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹൂതികൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തും, അവരുടെ നേതൃത്വത്തിന്റെ തലയറക്കും. ഹനിയ, സിൻവർ, നസ്രല്ല എന്നിവരെ ടെഹ്റാൻ, ഗാസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഞങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ ഹൊദൈഡയിലും സനയിലും അങ്ങനെ തന്നെ ചെയ്യും, കാറ്റ്സ് പറയുന്നു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം. ജൂലൈ അവസാനം ഇറാന്റെ തലസ്ഥാനത്ത് ഹനിയയെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ ഇസ്രയേലാണെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു പരിപാടിയിൽ മന്ത്രി പരസ്യമായാണ് സമ്മതിച്ചത്. ഇസ്രയേലിനെതിരെ ഉയർത്തുന്ന ആരുടെയും കൈ വെട്ടിമാറ്റപ്പെടും. IDFന്റെ നീണ്ട കൈ അവരെ പ്രഹരിക്കുകയും ഉത്തരവാദികളെ പാഠം പഠിപ്പിക്കുകയും ചെയ്യും, കാറ്റ്സ് പറയുന്നു. ഹനിയയെ കൊന്നതായി ഇസ്രയേൽ ഇതുവരെ സമ്മതിച്ചിരുന്നില്ല എങ്കിലും ഹമാസ് രാഷ്ട്രീയ നേതാവിന്റെ മരണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നും ഇറാനും ഹമാസും കുറ്റപ്പെടുത്തിയിരുന്നു. ഗാസയിൽ വെടിനിർത്തലിനായുള്ള ഹമാസിന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഹനിയയെ ജൂലൈ 31 ടെഹ്റാനിലെ ഒരു ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത്. ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രയേൽ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് ഈ മരണം ഉണ്ടായത്. ഒരു ദിവസം മുമ്പ് ഇറാൻ പ്രസിഡന്റിന്റെ മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഹനിയ പങ്കെടുത്തിരുന്നു. യമനിലെ ഇറാൻ പിന്തുണയുള്ള സംഘം 1 വർഷത്തിലേറെയായി ചെങ്കടലിലെ വാണിജ്യ കപ്പൽ ഗതാഗതം ആക്രമിക്കുകയാണ്. ഇസ്രയേൽ ഒരു നാവിക ഉപരോധം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ പലസ്തീനികൾക്കൊപ്പം ഇവർ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂലൈ അവസാനം പലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇറാനിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇറാന്റെ അധികാരികൾ ഇസ്രയേലിനെയാണ് കുറ്റപ്പെടുത്തിയത്. അക്കാലത്ത് ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ നേരിട്ട് അവകാശപ്പെട്ടിരുന്നില്ല. ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം ആരംഭിച്ച യുദ്ധം ഗാസയിൽ രൂക്ഷമായിരിക്കെ സാധാരണയായി ഖത്തർ ആസ്ഥാനമായുള്ള ഹനിയ ഹമാസിന്റെ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ മുഖമായി മാറി. പലസ്തീൻ എൻക്ലേവിൽ വെടിനിർത്തൽ കരാറിലെത്തുന്നത് സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പരോക്ഷമായ ചർച്ചകളിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഗാസയിലെ ഇസ്രയേൽ സൈന്യം ഹനിയയുടെ പിൻഗാമിയും 2023 ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനുമായ യഹ്യ സിൻവാറിനെ വധിച്ചു. ഇത് ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ഏറ്റവും പുതിയ ഒരു രക്തച്ചൊരിച്ചിലിനും കാരണമായി. സെപ്റ്റംബർ 27 നസ്രല്ലയെ ബെയ്റൂട്ടിൽ വെച്ച് ബോംബാക്രമണത്തിലാണ് ഇസ്രയേൽ വധിച്ചത്. ഒക്ടോബർ 16 ഗാസയിൽ ഹനിയയുടെ പിൻഗാമിയായ സിൻവാറും കൊല്ലപ്പെട്ടു. ഇതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്കും ലോകത്തിനും സന്ദേശം നൽകാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഇതാണ്: ഞങ്ങളോട് കളിക്കരുത് എന്നാണ് ആ സന്ദേശം. ഈ സന്ദേശം വ്യക്തമായി ഇസ്രയേൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.